ഒരു പാനിപൂരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിത് ആദ്യമായിട്ട് കഴിച്ചത് കോഴിക്കോടുള്ള പഞ്ചാബി റസോയി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ്, ബീച്ച് റോഡിലുള്ള. നല്ല രസമാണ് കഴിക്കാൻ. അവിടെ പോയപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു 8 പൂരി, ഒരു പ്ലേറ്റിൽ ഒരു 8 പീസ് പൂരിയും പിന്നെ അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള സാധനമെല്ലാം അവർ ഓൾറെഡി ആ പൂരി പൊട്ടിച്ച് അതിനകത്ത് ഫില്ല് ചെയ്തിട്ടാണ് കൊണ്ടുത്തരിക. പിന്നെ അതിൻ്റെ പാനി ഒരു ബൗളിൽ വേറെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അത് അവർ സെർവ് ചെയ്തത്. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അത് വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു സാധനമാണ്. ഒരുപാട് പണിയൊന്നുമില്ല. അതിൻ്റെ സാധനങ്ങളൊക്കെ നല്ല ഏകദേശം നല്ല ശരിയായ പ്രപ്പോർഷനിൽ ഇട്ട് കഴിഞ്ഞാൽ പൂരി നല്ല ക്രിസ്പിയായി പൊങ്ങി വരും. നമുക്ക് ചുട്ടുവെച്ചാൽ കുറേ സമയം അതേപോലെ നല്ല ബോളായിട്ട് തന്നെ കിടക്കും. അതിന് മസാല ഉണ്ടാക്കാനും പണിയില്ല, പാനി ഉണ്ടാക്കാനും ഒരുപാട് പണിയില്ല. അപ്പോൾ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാനിപൂരിയുടെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് വേഗം നോക്കിയിട്ട്. നമുക്ക് പൂരി ഉണ്ടാക്കാൻ ഇനി 2 കപ്പ് റവയാണ് എടുത്തത്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് നൈസായിട്ടൊന്നും വേണ്ട, എന്നാലും കഴിയുന്നത് പോലെ പൊടിച്ചെടുക്കാം. ഇതിനകത്ത് നമുക്കൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആ കപ്പിൽ തന്നെ നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. മുഴുവൻ ഒഴിക്കേണ്ട, കുറച്ച് കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാം. റവ വേഗം വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇത്തിരി ഒന്ന് ലൂസായിട്ട് അധികം കുഴച്ചെടുക്കുക. അത് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല പാകത്തിന് ഉറപ്പായി വരും. കുറച്ചധികം സമയം എടുത്തിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലോണം ഒന്നും കൂടെ കുഴച്ചെടുക്കണം. കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ നമുക്ക് കുഴച്ചെടുക്കാം. ഇത് കുഴച്ച് നല്ലോണം സോഫ്റ്റ് ആക്കണം എന്ന് പറയുന്നത് പൂരി നല്ലോണം പൊങ്ങി വരണം. ബോൾ പോലെ പൊങ്ങി വരും. ചെറിയ പൂരിയാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അത് ബോൾ പോലെ പൊങ്ങി വരണമെങ്കിൽ കുറച്ചധികം സമയം എടുത്തിട്ട് നല്ലോണം മയത്തിൽ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഏകദേശം കുഴച്ച് റെഡി ആയിട്ടുണ്ട്. കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നനഞ്ഞ തുണിയിട്ട് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ എന്തായാലും മാറ്റി വെക്കുക. അപ്പോൾ ആദ്യം ഇത് കുഴച്ച് വെച്ചതിന് ശേഷം ബാക്കി മസാലേൻ്റെ പണിയൊക്കെ ചെയ്യുക. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പാനി ഉണ്ടാക്കാൻ പോവുകയാണ്. മിക്സിൻ്റെ ജാറിലേക്ക് പുതിന ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിന ഇല എടുത്തതിൻ്റെ അത്ര തന്നെ ക്വാണ്ടിറ്റി മല്ലിയില എടുക്കുക. ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തണുത്ത വെള്ളമാണ്. തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുക. ഒരുപാട് ഒഴിക്കരുത്, ആവശ്യത്തിന് ഒഴിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നല്ലോണം അരച്ചെടുത്ത് ഒന്ന് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഇരട്ടി തന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാനി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പും മുളകെല്ലാം ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ജീരകം പൊടിച്ചതാണ്. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി. ഇതിന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നല്ലോണം കൈവച്ച് ഉടച്ചെടുക്കുകയാണ്. ഇതിനകത്തേക്ക് നമുക്കിനി ഒരു പകുതി ഉള്ളി മുറിച്ചത് ചേർക്കണം. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില. ഇതൊക്കെ കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇത്തിരി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കാറുണ്ട് ഇതിനകത്ത്. പിന്നെ പുളീൻ്റെ ടേസ്റ്റ് ഓൾറെഡി നമ്മളിനി പുളി ഒഴിക്കുമല്ലോ പാനിയിൽ ഓൾറെഡി പുളി ഉണ്ടാവും. അപ്പം എല്ലാം കൂടെ പുളിയായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഈ മസാല ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മളെ മാവ് നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റാണ് മാവ്. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവിനെ 3
ബോളാക്കിയിട്ടുണ്ട്. അത് നമുക്ക് അധികം തിന്നുമല്ല അധികം കട്ടിയല്ലാതെ പരത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് പരത്താം. അപ്പോൾ നമ്മളിങ്ങനെ വലുതായിട്ട് പരത്തിയെടുക്കുകയാണ്. ഇത് ഇനി നമ്മൾ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയോ ഇതുപോലെയുള്ള കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ട് ചെറിയ പൂരിയാക്കി എടുക്കുകയാണ്. ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വലിച്ചങ്ങ് പോരും. ശരിക്ക് നല്ല സ്റ്റൈലായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചൂടായ എണ്ണ ഫുള്ളിൽ വെക്കാതിരിക്കുക, വേഗം കരിഞ്ഞു. ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ചധികം നേരം എടുത്തിട്ട് ബ്രൗൺ കളറാക്കി എടുക്കണം. പെട്ടെന്നിട്ട് ഫുൾ ഫ്ലെയിം ആയാൽ കരിഞ്ഞു പോവാണ്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് മീഡിയം ടു ലോ വെച്ചിട്ട് ആക്കിയെടുക്കുക. അപ്പോൾ ഒന്നാമത്തെ സെറ്റായി. രണ്ടാമത്തെ സെറ്റിൽ 5-6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത സെറ്റും ആയിട്ടുണ്ട്. ഏകദേശം ഒരു 30-40 പൂരിയോളം നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ബ്രൗൺ കളറാവുന്നത് വരെ പതുക്കെ സിം ഫ്ലെയിമിൽ ആക്കിയെടുക്കുക. നല്ല രസമാണ് ഇതിങ്ങനെ പൊങ്ങി വരുന്നത്. എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ പാനിയിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പുളി നല്ലവണ്ണം കഴുകി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതൊരു 3 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മിക്സ്ചറിൻ്റെ ബൂന്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. മിക്സ്ചറിലുള്ള ബൂന്തി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി പൂരി ഇതുപോലെ കയ്യിലെടുത്ത് വിരൽ വെച്ചിട്ട് ഒരു അമർത്തിയാൽ അതിൻ്റെ മേലത്തെ ഭാഗം അങ്ങ് പൊട്ടിയിട്ട് താഴേക്ക് പോകും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ മിക്സ് നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിറയ്ക്കുക എന്നുള്ളത് നോക്കുക. ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ പൊട്ടിച്ച ഭാഗത്തേക്ക് ഈ മിക്സ് അങ്ങ് കയറ്റി കൊടുക്കുക. അപ്പോൾ നിറയെ അതങ്ങ് ഫില്ല് ചെയ്യുക. അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ പാനി ഒഴിക്കുന്നത്. പുളിവെള്ളം വേറെയും നമ്മൾ പുതിനയെല്ലാം കൂടെ അരച്ച വെള്ളം വേറെയൊക്കെ ആയിട്ടൊക്കെ എടുക്കാറുണ്ട്. ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തതാണ്. കുറച്ച് മിക്സ്ചറിൻ്റെ ഓമപ്പൊടിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായി. നമ്മുടെ പാനിപ്പൂരി ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഒറ്റ വായിലിടലിൽ അതങ്ങ് വായിലേക്ക് പോകണം. കടിച്ച് നല്ല ചെയ്യുക. അപ്പടി അങ്ങ് ഒരു പൂരി അപ്പടി നമ്മുടെ വായിലേക്ക് ഇട്ടിട്ടാണ് കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.